ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ജോർജ് കുട്ടി വരന്റെ മൃതദേഹം എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കത്തിച്ചു കളഞ്ഞോ? അത് കുഴിച്ചു മൂടിയോ? ഇത് രണ്ടും അല്ലാതെ ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ആണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും പാറേപ്പള്ളി പോകുന്നതിന് പകരം ഒന്ന് UK വരെ പോകണം. അവിടെ ഇത് നിയമവിധേയമാക്കിയതുകൊണ്ട് ശരിക്കും ഇതൊരു വാട്ടർ ക്രിമേഷൻ രീതിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡെഡ് ബോഡി ഇല്ലേ, ഇതൊരു കണ്ടെയ്നറിനകത്തേക്ക് കയറ്റി വെക്കും. ഈ കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ വെള്ളവും അതുപോലെ തന്നെ ആൽക്കലൈൻസും ഒക്കെ ഒരു കൃത്യമായിട്ടുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ബോഡി അതിനകത്ത് വെച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള ചൂടും പ്രഷറും ഒക്കെ കൊടുത്തിട്ട് കുറച്ച് സമയം, അതായത് മണിക്കൂറുകൾ അതിനകത്തിരുന്ന് ഈ ബോഡി ഡീകമ്പോസ് ചെയ്യാനായിട്ട് അനുവദിക്കും. അപ്പോൾ ഇത് ഡീകമ്പോസ് ചെയ്ത് ഈ ബോഡി എന്ത് ചെയ്യും? ഈ വെള്ളത്തിന്റെ കൂടെ ചേരും. അപ്പൊ ഈ വെള്ളത്തിന്റെ കൂടെ ചേർന്ന് ഈ ബോഡി പാർട്സ് ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയാം. ബാക്കി വരുന്ന എന്തായിരിക്കും? അസ്ഥികളായിരിക്കും. ഈ അസ്ഥികൾ വേണ്ടപ്പെട്ടവർക്ക് നൽകുകയും ചെയ്യാം. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് ആൽക്കലൈൻ ഹൈഡ്രോളിസിസ്. പിന്നെ വേറൊരു കാര്യം ഇതിൽ നോക്കേണ്ടത്, ഇതിൽ ആസിഡുകളൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഒരു രീതി ഓർമ്മ വരും. അതിൽ ആസിഡ് യൂസ് ചെയ്തിട്ട് ബോണുകൾ വരെ എന്ത് ചെയ്യാണ്? ലയിപ്പിച്ച് കളയാണ് ചെയ്യുന്നത് സൂക്ഷ്മദർശിനിയിൽ. പക്ഷെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? കൃത്യമായിട്ട് വെള്ളത്തിൽ വെച്ച് ബോഡി ഡീകമ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. വെള്ളത്തിന്റെ അളവായിരിക്കും കൂടുതലെന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മൃതദേഹവും കൊണ്ട് ജോർജ് കുട്ടിക്ക് സ്കോട്ട്ലാൻഡ് വരെ പോകാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ വരുന്ന എന്താ ചോദിക്കുന്ന ദൃശ്യം വരുമ്പോൾ നമുക്ക് കാണാം. ബൈ.